പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ കർത്താവായ ഈശോ, ദിവ്യകാരുണ്യനാഥൻ, സൗഖ്യം തരുന്ന കർത്താവ്, ഡെലിവറൻസ് നൽകുന്ന കർത്താവ് ഈ ശുശ്രൂഷയിൽ സന്നിഹിതനാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ ഭവനങ്ങളിലേക്ക് അതിശക്തമായ അഭിഷേകം കടന്നു വന്ന് ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്നത്, ഇരുട്ടിനെ, നിരാശകളെ, അസ്വസ്ഥതകളെ, തടസ്സങ്ങളെ ബന്ധിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് നിങ്ങൾക്കെല്ലാം, നിങ്ങൾ എഴുതി അയക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നിങ്ങൾ എഴുതി തന്നിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ കീഴെ എഴുതിയിടുന്ന പ്രാർത്ഥനകൾ, അതെല്ലാം പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. മക്കളുടെ ജോലി തടസ്സം മാറാൻ, മക്കളുടെ മദ്യപാനം മാറാൻ, മക്കളുടെ സ്വഭാവ വൈകല്യം മാറാൻ, ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ, വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ, കലഹങ്ങൾ മാറാൻ, നിരാശകൾ മാറാൻ, കൂടോത്രങ്ങൾ നിർവീര്യമാകാൻ, കൈവശങ്ങൾ ഇല്ലാതാകാൻ, തെറ്റായ ബന്ധങ്ങൾ വിട്ടുമാറാൻ, വ്യഭിചാരത്തിൻ്റെ ദുർബോധങ്ങൾ വിട്ടുമാറാൻ, ഇതെല്ലാം തെറ്റായ ബോധ്യങ്ങൾ മാറാൻ, നിരന്തരമുള്ള സഹനങ്ങൾ മാറാൻ, നിരന്തരമുള്ള രോഗങ്ങൾ മാറാൻ, ചുമയും കഫക്കെട്ടും തുമ്മലും ജലദോഷവും തലവേദനയും ക്യാൻസറും ട്യൂമറും പ്രോസ്റ്റേറ്റിലെ രോഗങ്ങളും കിഡ്നി രോഗങ്ങളും ലിവർ രോഗങ്ങളും വയറുവേദനകളും ഗ്യാസിൻ്റെ അസ്വസ്ഥതകളും ശ്വാസം മുട്ടലും അപസ്മാരങ്ങളും ശരീര തളർച്ചകൾ, മുട്ടുകാലിൻ്റെ വേദനകൾ, വാതരോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗപീഠകൾ, കുടുംബ കലഹങ്ങൾ, ഭാര്യ വഴക്കിട്ട് പോയത് മാറാൻ, ഭർത്താവ് വഴക്കിട്ട് പോയത് മാറാൻ, ഭർത്താവ് അവിടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളുടെ കുടുംബങ്ങളെ ദോഷമായി ബാധിക്കുന്ന സകല പൈശാചിക ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കാൻ. പ്രിയപ്പെട്ട മക്കളെ, വിമോചന ശുശ്രൂഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ക്യാരിസമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ക്യാരിസ, പരിശുദ്ധാത്മാവ് തരുന്ന ക്യാരിസ ഉപയോഗിച്ച് യേശു നാമത്തിൽ, മൈറ്റി നെയിം ഓഫ് ജീസസിൻ്റെ നാമത്തിൽ നിങ്ങളെ ബാധിച്ച അശുദ്ധ ശക്തികളെയും സാത്താനെയും സാത്താൻ്റെ ആവാസങ്ങളെയും തിന്മയുടെ അരൂപികളെയും കുഞ്ഞുങ്ങളുടെ പഠന തടസ്സങ്ങളെയും കുഞ്ഞുങ്ങളുടെ സ്വഭാവ വൈകല്യങ്ങളെയും വീട്ടിലെ അന്ധകാര ശക്തികളെയും ബന്ധിക്കാൻ, ശാസിക്കാൻ, ബഹിഷ്കരിക്കാൻ സഭയുടെ ഏറ്റവും വലിയ ആയുധമാണ് ദ മിനിസ്ട്രി ഓഫ് ഡെലിവറൻസ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആ ശുശ്രൂഷയിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് വേണ്ടി, ഡെലിവറൻസിന് വേണ്ടി കിട്ടിയിരിക്കുന്ന വചനമെന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം തന്നെയാണ്. ഈ ദിവസങ്ങളിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആത്മാവ് അച്ഛൻ്റെ കൂടെയുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷങ്ങളിലെ ആദ്യ അധ്യായങ്ങളിൽ കർത്താവ് രോഗികളുടെ മേൽ ഇടപെടുന്ന ആ വലിയൊരു അഭിഷേകം, സാത്താനെ ബന്ധിക്കുന്ന അഭിഷേകം. ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ അച്ഛനിങ്ങനെ വായിച്ച് അവിടെ നടക്കുന്നത്, ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അവരുടെ വിശ്വാസം കണ്ട് അവൻ്റെ പാപങ്ങൾ മോചിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഫരിസേയർ ഇവൻ എങ്ങനെയാണ് പാപങ്ങൾ മോചിക്കാനുള്ള അധികാരമുണ്ടെന്ന് അവർ സംശയിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ അധികാരം സ്വർഗത്തിൻ്റെ അധികാരമാ, പിതാവായ ദൈവത്തിൻ്റെ അധികാരമാ. അതേ അധികാരമാണ് ലിയോ 14 പാപ്പ അച്ഛന് നൽകിയിരിക്കുന്നത്, എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, അതേ പരിശുദ്ധാത്മാവാണ് ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയെ പ്രവർത്തിക്കുന്നത്. വിശ്വസിച്ച് ഈ ശുശ്രൂഷ, ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും
90 ദിവസങ്ങള് പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചു മക്കളെ. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ മേലുള്ള പൈശാചിക ശക്തികളെ ബന്ധിക്കാൻ, ശാസിക്കാൻ കർത്താവ് ഈശോ തരുന്ന അഭിഷേകമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ആ അഭിഷേകത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ധാരാളം ആൾക്കാർ ഈ പള്ളിയിൽ വന്ന് നിറഞ്ഞു. അവർക്ക് ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിംഗ് ലഭിച്ചു. രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അതിശക്തമായ സാക്ഷ്യങ്ങൾ ഈ പള്ളിയിലുണ്ടായി. പ്രിയപ്പെട്ട മക്കളെ, വിടുതലിൻ്റെ ശുശ്രൂഷയാണ് അടുത്ത ചൊവ്വാഴ്ച നടക്കാൻ പോകുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദേവാലയത്തിലേക്ക് വരുന്ന എല്ലാ മക്കളുടെ മേൽ പ്രവർത്തിക്കും. മക്കളെ, പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിച്ചോ. ഇതാ മർക്കോസിന്റെ സുവിശേഷം നേരത്തെ സൂചിപ്പിച്ച 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാ. അതിൻ്റെ അവസാന ഭാഗം എന്നാൽ 10-ാമത്തെ തിരുവചനമാ. എന്നാൽ മനുഷ്യപുത്രന് ഭൂമിയിലെ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശുവേ, അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക. ഈ വചനം കേൾക്കുന്ന രോഗികളെ, അതേ അഭിഷേകത്താൽ വീട്ടിലുള്ള കിടപ്പ് രോഗികളെ, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗികളെ, ട്യൂമർ രോഗികളെ, ഇതാ ഡെലിവറൻസിന്റെ ഈ ശുശ്രൂഷയിൽ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഉപയോഗിച്ച് നിങ്ങളോട് കൽപ്പിക്കുന്നു. രോഗാണുക്കളെ, രോഗപീഠകളെ, രോഗത്തകർച്ചകളെ യേശുനാമത്തിൽ ഈ മക്കളിൽ നിന്നും വിട്ടുമാറാനായിട്ട് കൽപ്പിക്കുകയാണ്. ആമേൻ. എല്ലാവരും സാധിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചെന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, യേശുവിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, അപ്പോസ്തലന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, വിശുദ്ധ അന്തോനീസിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, അന്തോനീസിലൂടെ ഈ ദേവാലയത്തിൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് പരിശുദ്ധാത്മാവേ നിനക്ക് നന്ദി പറയുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കുരിശ് വരച്ച മക്കളെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ ഇറ്റാലിയൻ ഭാഷയിലാണ് ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്. സ്പിരിറ്റോ സാന്തോ സന്ധിസുമ ട്രിനിതാ Angeli Arcangeli e Santi del Paradiso, scendete su di questa popolo, fondili Signore, plasmili Signore, riempili Signore, usali Signore, caccia via da loro എല്ലാ തിന്മകളെ ശാസിച്ച് ബന്ധിച്ച് ആട്ടിപ്പായിക്കുക. caccia via da loro le forze del male, annientale, distruggere, perché questo popolo possono stare bene e operare bene. Nel tuo nome Gesù, nel tuo nome Gesù, benedici questo popolo, libera questo popolo da ogni male. Io ti dico, Satana, vai via dalla vita di questo popolo. Satana നിന്നോട് കൽപ്പിക്കുകയാണ്, ഈ ദൈവജനത്തിൽ നിന്ന് വിട്ടുമാറാൻ. ഇവർക്ക് രോഗങ്ങളും തളർച്ചകളും ക്ഷീണങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കുന്ന പൈശാചിക ശക്തികളെ, അശുദ്ധാത്മാക്കളെ, തിന്മയുടെ സ്വാധീനങ്ങളെ caccia via da loro le forze del male, annientale, distruggere, perché questo popolo possono stare bene e operare bene. Io ti dico, Satana, vai via dalla vita di questo popolo. ഈ ദൈവജനത്തിൽ നിന്നും വിട്ടുപോറാൻ യേശുനാമത്തിൽ, മൈറ്റി നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കൂടോത്രങ്ങളെ, കൈവശദോഷങ്ങളെ, സർപ്പദോഷങ്ങളെ, അന്ധകാര ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, നെഗറ്റീവ് എനർജികളെ, ശാപങ്ങളെ, ശാപദോഷങ്ങളെ, എല്ലാ അന്ധകാര ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറാൻ വാത്തന demonio dalla vita di questo popolo. Io ti dico nel nome del mio sacerdozio, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ നാമത്തെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ
എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെ ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിൽ തൊഴിൽ തടസ്സങ്ങളെ ആട്ടിപ്പായിക്കുന്നു, സാമ്പത്തിക ബന്ധനങ്ങളെ, കടബാധ്യതകളെ ആട്ടിപ്പായിക്കുന്നു. ഇനിമേൽ ഈ മക്കളെ തൊട്ടുപോകരുതെന്ന് യേശുനാമത്തിൽ കൽപ്പിക്കുകയാണ്. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത ചൊവ്വാഴ്ച നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇതൊരു അത്ഭുത പള്ളിയാണ് മക്കളെ. ഇവിടെ രാവിലെ മുതൽ ഈശ്വരനെ എഴുന്നള്ളിച്ച് വയ്ക്കും. എന്നിട്ട് ഇവിടെ കുമ്പസാരിക്കാനായിട്ട് വൈദികരുണ്ടാവും, കൗൺസിലിങ്ങിന് സിസ്റ്റർമാരുണ്ടാവും. എന്നിട്ട് അച്ഛനെ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അച്ഛനെ കാണാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ്. നേരത്തെ മുൻകൂട്ടി നിങ്ങൾ ബുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. എന്നിട്ട് ആ വൈകുന്നേരത്തെ അച്ഛൻ്റെ ശുശ്രൂഷ പങ്കെടുത്ത് ആർക്കെങ്കിലും ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അവർ മുൻകൂട്ടി ഞങ്ങളോട് പറയണം. തൊട്ടടുത്ത് ഒരു ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ നമ്മൾ അല്പം പൈസ കൊടുത്താൽ നമുക്കവിടെ താമസിക്കാനുള്ള സൗകര്യം കിട്ടും. അപ്പം നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. തിരികെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കൊണ്ട് എത്തിക്കുന്നതാണ്. ഈ ഡെയിലി ഡെലിവറൻസ് പങ്കെടുത്ത് നിങ്ങളെ സർവശക്തനായ ദൈവം എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് കാത്തു പരിപാലിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.